Iran and Israel. Two countries, no shared border, no formal war, but one of the most dangerous rivalries on the planet. 1951 ഇറാൻ ഒരു ഡെമോക്രസി ആയിരുന്നു. ആ ഡെമോക്രസി നയിച്ചിരുന്നത് മുഹമ്മദ് മൊസാദെക് എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അന്ന് ഇറാനിൽ ഉണ്ടായിരുന്ന ഓയിലുകളെല്ലാം പ്രൈവറ്റ് സെക്ടേഴ്സ് US-ഉം UK-യും ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. പുള്ളിക്കാരന് അത് നാഷണലൈസ് ആക്കണം എന്നുണ്ടായിരുന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ പറയുന്ന ആഗ്രഹം US-ഉം UK-ക്കും ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇഷ്ടപ്പെടാത്ത സമയത്ത് അവർ സാധാരണ എന്താണ് ചെയ്യുന്നത് അതേ പരിപാടി തന്നെ ചെയ്തു. ദേ മെയ്ഡ് എ CIA ടീം ടു ഓവർത്രോ ദ പ്രൈം മിനിസ്റ്റർ. 1953 ശേഷം ഇറാൻ്റെ ഡെമോക്രസി പോയി, ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ പോയി. മുഹമ്മദ് റേസ പഹല്ലവി എന്ന് പറയുന്ന പുതിയൊരു രാജാവ് അധികാരത്തിലോട്ട് വന്നു. ഈ ഷാ എന്ന് പറയുന്ന വ്യക്തിക്ക് US-ഉം ബ്രിട്ടൻ്റെയും നല്ല രീതിയിലുള്ളൊരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ അവർക്ക് തന്നെ പവർ കൊടുത്തു, അവർക്ക് തന്നെ ഓയിൽ വിറ്റു. പുള്ളിക്കാരൻ ഇറാനിൽ മോഡേണൈസേഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇൻ എ വേ കൊണ്ടുവന്നു. കാരണം ഓയിലിൻ്റെ പൈസ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു, അവിടുത്തെ സിറ്റികളെല്ലാം വളർന്നു. എന്തിനേറെ പറയണം, ഇറാൻ ഒരു ചെറിയ അമേരിക്ക ആയി തുടങ്ങിയെന്ന് തന്നെ പറയാം. ബട്ട് പൊളിറ്റിക്കലി ഇറ്റ് വാസ് ആൻ ഓട്ടോക്രസി. അതായത് പുതിയ ഇലക്ഷൻ ഇല്ല, ഓപ്പോസിഷൻ ഇല്ല, പ്രസ് ഇല്ല. എന്തിനേറെ പറയണം, ഷായ്ക്ക് എതിരെ സംസാരിക്കുന്ന ആരെയും ഏത് രീതിയിൽ നേരിടാൻ വേണ്ടിയിട്ട് ഷായുടെ ഒരു സീക്രട്ട് പോലീസ് ഉണ്ടായിരുന്നു, സാവാക്ക് എന്ന പേരിൽ. 1979 മുമ്പ് വരെ ഇറാനും ഇസ്രായേലും വെർ ആക്ച്വലി ക്ലോസ്. ലൈക്ക് അവർ ഓയിൽ വിൽക്കുന്നുണ്ടായിരുന്നു, വെപ്പൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുന്നുണ്ടായിരുന്നു, ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഷായുടെ ഭരണത്തിന് പൊറുതിമുട്ടിയ ആൾക്കാർ അവസാനം പീപ്പിൾ ഫ്ലഡ്. ദേ ഹാഡ് ടു ഓവർത്രോ ഹിം. അവസാനം കൊമേനി ടുക്ക് ഓവർ എവറിത്തിങ്. ഇറാൻ അന്നു മുതൽ ഒരു തിയോക്രസിയിലോട്ട് പോയി. പിന്നെ അവിടെ ദൈവത്തിൻ്റെ നിയമമായിരുന്നു നടപ്പിലാക്കിയത്. എംബസികൾ നിർത്തി, കൊടികൾ കത്തിക്കുകയും a friendship ended. With no shared border, Iran couldn't attack Israel directly. So, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ it funded those who could. Hezbollah in Lebanon, Hamas in Gaza, armed with missiles, trained in tactics, funded by Tehran. They fired rockets into cities, dug tunnels under borders, carried out bombings and suicide attacks. Israel also responded with targeted assassinations, airstrikes in Gaza, cyber attacks on Iran's nuclear system. ഒരു രീതിയിൽ യുദ്ധം തന്നെയായിരുന്നു, പ്രഖ്യാപനങ്ങളില്ലാത്ത യുദ്ധം. പക്ഷേ ഇപ്പോൾ 2025 ഇറ്റ്സ് നോ ലോങ്ങർ എ ക്വയറ്റ് വാർ. Israel has bombed Iranian nuclear facilities.